പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച വലിയ ദുരന്തത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിലും ആദ്യം പോകുന്നത്. വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴകിയ കെട്ടിടം തകർന്നു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ നടപടിക്ക് സാധ്യത വരുന്നു എന്നാണ് വാർത്ത. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചതിലാണ് നടപടി വരുന്നത്. സൂപ്രണ്ടിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിമാരായ വീണ ജോർജിന്റെയും VN വാസവന്റെയും ആദ്യ പ്രതികരണം തന്നെ. മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തലയോലപ്പറമ്പിലെ വീട്ടിൽ നടക്കും. അതേസമയം മെഡിക്കൽ കോളേജിലേക്ക് ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഗോകുൽ രമേശും സൈഫുനീസ അലിയാറും നമുക്കൊപ്പം ചേരും. ആദ്യം ഗോകുലിലേക്കാണ് പോകുന്നത്. ഗോകുലെ, സംഭവിച്ചത് ഒരു വലിയ ദുരന്തമാണ്. പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. നേരത്തെ 2013 മുതൽ തന്നെ ഇതിൽ ബലക്ഷയമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വർഷം ഇത്രയും കടന്നുപോയി, എന്നിട്ടും ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നു. അതായത് ഈ ദുരന്തമുണ്ടാകുന്ന ആ മണിക്കൂറിൽ പോലും ആ കെട്ടിടം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന യാഥാർത്ഥ്യം. ഈ സംഭവമുണ്ടായി അവിടെ എത്തുന്ന മന്ത്രിമാർ ആ വാർഡിൽ ഒന്ന് കയറി നോക്കുക പോലും ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക പോലും ചെയ്യാതെ, ഈ സൂപ്രണ്ട് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തി. അത് അപക്വമായി പോയി. അങ്ങനെ മന്ത്രിമാർ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്നലെ ഉടനീളം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ സംസ്ഥാനമുടനീളം പ്രതിഷേധമൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ ഈ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് സാധ്യത എന്ന് പറയുന്നു. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ പ്രാഥമിക അന്വേഷണവും തെളിവ് ശേഖരണവും ഒക്കെ തുടങ്ങിയതാണ്. ആ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇന്ന് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കാനുള്ള കാര്യങ്ങൾ? ഗോകുൽ, സേതു, പ്രാഥമികമായിട്ട് നടക്കുന്ന കാര്യം ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനാ നടപടികൾ തന്നെയായിരിക്കും. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോട്ടയം ജില്ലാ കളക്ടർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനാ നടപടികൾ ഇന്നെന്തായാലും നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരായിട്ട് വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം, അതായത് ആ പ്രതികരണമാണ് പിന്നീട് തുടർ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കാരണമായത്. കാരണം ഈ സംഭവത്തെ വളരെ നിസാരവത്കരിച്ചുകൊണ്ട് കൂടുതൽ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ മന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെടുക്കുന്ന സംഭവം ഉണ്ടായത്. അതൊക്കെ തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയത്. എന്തായാലും ആ മന്ത്രിമാർ അത്തരത്തിൽ പ്രതികരണം നടത്താൻ കാരണം ഇന്നലെ മന്ത്രി വീണ ജോർജ് തന്നെ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും തനിക്കറിയാൻ സാധിച്ച കാര്യങ്ങളാണ് താൻ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞത് എന്നുള്ളതാണ്. ആ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ അറിയാൻ സാധിച്ചത് തെറ്റായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം വിവരങ്ങൾ പുറത്തു വന്നത്. ആ വിവരങ്ങൾ നൽകിയത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്നു. സൂപ്രണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മന്ത്രിമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കുറ്റം ഈ സൂപ്രണ്ടിൽ ആരോപിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ രാത്രി ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ അടക്കമുള്ള മെഡിക്കൽ കോളേജ് അധികൃതർ ഈ സംഭവം ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ മന്ത്രിമാർ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ട് വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇന്നലെ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് 2012 ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചിരുന്നതാണ്. അതായത് ഇപ്പോഴത്തെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ജയകുമാർ അന്ന് ആ കാലഘട്ടത്തിൽ ഇതേ മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇന്നലെ തകർന്നു വീണ ആ കെട്ടിടം ബലക്ഷയമുള്ളതാണ് എന്ന് കണ്ടെത്തിയിരുന്നതാണ്. പക്ഷേ അതിനുശേഷം അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കാലതാമസം നേരിട്ടു. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് ആ ഡോക്ടർമാർ ഇന്നലെ പറയുകയുണ്ടായത്. കാരണം ഒന്നും രണ്ടുമല്ല, 13 വർഷങ്ങളോളം അല്ല ഗോകുലെ, ഇതിപ്പം ഡോക്ടർ ജയകുമാറിന് മാത്രമല്ല, ഇപ്പം അവിടുത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം, ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. ഈ കെട്ടിടത്തിൽ നിന്ന് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു കോൺക്രീറ്റ് പാളി ഒരു ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇളകി വീണ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കും ഈ മന്ത്രി വീണ ജോർജിനാവട്ടെ, ഈ മന്ത്രി VN വാസവനാവട്ടെ, എല്ലാവർക്കും അറിവുള്ള വിഷയമാണ് അവിടെ ഈ ഒരു കെട്ടിടം നിലം പത്താണ്ടാകുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറിയാമായിരുന്നിട്ടും ഇത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു, അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ആദ്യത്തെ പ്രതികരണം, അത് അപക്വമായി പോയില്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ആ സംഭവത്തെ ആദ്യഘട്ടത്തിൽ മന്ത്രിമാരടക്കം പ്രതികരിക്കുകയുണ്ടായത്. അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജ് സ്ഥലം സന്ദർശിച്ച് ആദ്യം തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. അത് ആദ്യഘട്ടം അവരിൽ നിന്ന് കേട്ട അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് കേട്ട വിവരങ്ങൾ അപ്പാടെ അല്ലെങ്കിൽ അതൊരു സ്ഥിരീകരിക്കുന്ന രീതിയിലൊന്നുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ നേരിട്ട് പ്രതികരണം നടത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതുതന്നെയാണ് ഈ വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിൽ പരിശോധന നടത്തി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ ഇത്രത്തോളം ഒരു വലിയ വിവാദങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമായിരുന്നില്ല. അത് മാത്രമല്ല സേതു, അതിനുശേഷം ഈ അപകടം നടന്നതിന് ശേഷം ഇത്തരത്തിൽ പ്രാഥമികമായിട്ട് പ്രതികരണം നൽകിയതിന് ശേഷം 2 മന്ത്രിമാരും ഏകദേശം 1.5 മണിക്കൂറുകൾക്ക് ശേഷം ഈ പുതിയ ബ്ലോക്കിലേക്ക്, അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് പകരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ബ്ലോക്കിന് മുൻവശത്താണ്. ഈ ബ്ലോക്കിലെത്തിക്കൊണ്ട് മാധ്യമങ്ങളെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിനുള്ളിൽ നിന്ന് പ്രതികരണങ്ങൾ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മന്ത്രി പറഞ്ഞത് താഴെ നടന്നത് അല്ലെങ്കിൽ താഴത്തെ കെട്ടിടത്തിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. നിങ്ങൾ ഇവിടുത്തെ സൗകര്യങ്ങൾ കാണൂ, ഇവിടെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു, ഇത്രത്തോളം ബെഡുകളുണ്ട്, ഇത്രത്തോളം കോടി രൂപ ഞങ്ങൾ ഇതിനുവേണ്ടി ചെലവാക്കി എന്ന തരത്തിലൊക്കെ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടന്നത്. അതേസമയം തന്നെയാണ് തൊട്ട് താഴെ ആ സമയത്ത് മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റി നോക്കിയപ്പോഴാണ് ഈ ബിന്ദുവിന്റെ മൃതദേഹം. ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മന്ത്രിമാര് വന്ന് മാധ്യമങ്ങളോട് ആ സമയത്ത് തിടുക്കത്തിൽ ഒരു പ്രതികരണം നടത്തുന്ന ആ സമയത്തെങ്കിലും അവിടെ ഒരു തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ, അവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നുവെങ്കിൽ ബിന്ദുവിനെ ഒരുപക്ഷെ ഇപ്പോഴും ജീവനോടെ ലഭിക്കുമായിരുന്നു. ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും താങ്ങായി ഇപ്പോഴും ബിന്ദു ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതാണ് യാഥാർത്ഥ്യവും.